ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ല, ഗാർഡനിങ് വീഡിയോ ആണ്. അപ്പൊ ഇന്ന് ഫെർട്ടിലൈസറിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഫെർട്ടിലൈസർ ഒക്കെ റെഡിയാക്കുന്നതിന് മുന്നേ നമുക്ക് ചെടികളൊക്കെ സെറ്റ് ആക്കി വെക്കാം. എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം വേണം നമ്മൾ ഫെർട്ടിലൈസർ ഒക്കെ തയ്യാറാക്കിയിട്ട് ഇതിലോട്ടേക്ക് ഒഴിക്കാൻ. പിന്നെ ചെടിയൊക്കെ ചാഞ്ഞു പോകുന്നതുകൊണ്ട് ഞാനിങ്ങനെ കെട്ടിക്കൊടുത്തതാണ്. പിന്നെ ഈ തക്കാളിന്റെ ഈ നടുക്ക് വരുന്ന സക്കറൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഉണ്ടെങ്കിൽ പിന്നെ ചെടികൾ മേൽപോട്ട് നല്ലപോലെ വളരില്ല, ആരോഗ്യത്തോടെ വളരില്ല. ഇതിനൊക്കെ കമ്പൊക്കെ കുത്തി കൊടുത്തിട്ട് വേണം നമ്മൾ എല്ലാം റെഡിയാക്കിയിട്ട് വേണം പിന്നെ കമ്പോസ്റ്റോ ഫെർട്ടിലൈസറോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഫെർട്ടിലൈസർ തയ്യാറാക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഫെർട്ടിലൈസർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പച്ചിലയും പിന്നെ കടലപ്പിണ്ണാക്കും മുട്ടത്തോടും പിന്നെ പഴത്തൊലിയും ഇതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വീട്ടിൽ ചുറ്റിലും ഉള്ള സാധനങ്ങൾ തന്നെയാണല്ലോ വീട്ടിൽ വാങ്ങുന്നതും. പിന്നെ പച്ചിലകളൊക്കെ നമ്മൾക്ക് കിട്ടുന്നതല്ലേ. അപ്പൊ ഇതെല്ലാം നമുക്ക് മിക്സിന്റെ ജാറിലിട്ടിട്ട് അരയ്ക്കുമ്പോൾ വേഗം വെള്ളമായിട്ട് ഡൈല്യൂട്ട് ആകും. നമുക്ക് പെട്ടെന്ന് തന്നെ ഫെർട്ടിലൈസർ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഒരു 4 ദിവസത്തിൽ ഫെർട്ടിലൈസർ റെഡിയായി കിട്ടും. ഇതുപോലെ ആക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ പഴയ ബക്കറ്റൊക്കെ ഉണ്ടാവുമല്ലോ, പെയിന്റ് ബക്കറ്റ്, അതൊന്നും നമുക്ക് വേസ്റ്റ് ആക്കി കളയേണ്ട ആവശ്യമില്ല. ചെടികൾക്കായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താം. പിന്നെ പുളിപ്പിച്ച കഞ്ഞിവെള്ളവും ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് ഈ അരച്ച് ഈ ഫെർട്ടിലൈസറും ഒഴിച്ചു. പിന്നെ കടലപ്പിണ്ണാക്കും. അപ്പൊ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. 4 ദിവസം കഴിയുമ്പോൾ ഈ മിശ്രിതം നമുക്ക് നല്ല കുഴമ്പ് രൂപത്തിലായിട്ട് കിട്ടുവേ. കടലപ്പിണ്ണാക്കൊക്കെ ഇതിൽ അങ്ങനെ അലിഞ്ഞു ചേർന്നിരിക്കും. ഇനി കുറച്ച് ശർക്കര നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പുളിപ്പിച്ച കഞ്ഞിവെള്ളമൊക്കെ ആണല്ലോ, അപ്പൊ 4 ദിവസം കഴിയുമ്പോൾ ഒരുമാതിരി ബാഡ് സ്മെല്ല് വരും. അത് കാരണത്തിൽ ശർക്കര ഇട്ട് കൊടുക്കാം. അത് ചെടികൾക്ക് നല്ല വളം കൂടിയാണ്. ഇപ്പൊ എല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കാം നമ്മൾക്ക്. എന്നിട്ടൊരു 4 ദിവസം കഴിഞ്ഞ് നോക്കാം. ഇത് എയറൊക്കെ പോകാനും സ്മെല്ലൊക്കെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഹോളാക്കി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ ദിവസവും നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ശരിക്കും പറഞ്ഞാൽ ചെടികൾക്ക് നല്ല ഒരു അത്ഭുത ജൈവ സ്ലറി തന്നെ പറയാം. ഞാൻ 3rd ഡേ ആകുമ്പോൾ തന്നെ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലോട്ടേക്ക് ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾക്ക് ഡൈല്യൂട്ട് ചെയ്തിട്ട് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാൻ. നല്ല ജൈവ സ്ലറിയാണ്. ചെടികൾക്ക് ഏറ്റവും നല്ലതാണ്. ഇൻഡോർ പ്ലാന്റ്സ് ആയാലും ഔട്ട്ഡോർ പ്ലാന്റ്സ് ആയാലും പിന്നെ പൂക്കൾ ഉണ്ടാവുന്ന ചെടികളായാലും പച്ചക്കറി എല്ലാത്തിനും നല്ലൊരു ജൈവ സ്ലറിയാണിത്. ഇത് നല്ലൊരു NPK സ്ലറി എന്ന് തന്നെ പറയാം. നൈട്രജൻ ചെടികൾക്ക് കൂടുതൽ പച്ചപ്പ് നൽകും. പിന്നെ ഇലകളുടെ വളർച്ചയും കൂടുതൽ വിളവും ചെടികൾക്ക് നല്ല ആരോഗ്യത്തോടെ വളരുകയും ചെയ്യും. പിന്നെ പഴത്തൊലിയൊക്കെ പൂവിടുന്നതിനും മുട്ട വരുന്നതിനൊക്കെ സഹായിക്കും. എഗ്ഗ് ഷെല്ല്, അതായത് മുട്ടത്തോട്, അത് ധാരാളം കാൽസ്യം അടങ്ങിയതാണ് ഇത്. അപ്പൊ ഇതൊക്കെ ചെടികൾക്ക് നമുക്ക് സ്ലറി രൂപത്തിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വേഗം ചെടികൾക്ക് പെട്ടെന്ന് ചെടികളുടെ വളർച്ചയും അതുമൂലം നല്ലപോലെ വിളവും നമുക്ക് കിട്ടും. എല്ലാത്തിനും നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് ഉണ്ടാക്കി വെച്ചതിന് ശേഷം 2 ദിവസം കൊണ്ട് നമ്മൾ 2 നേരവും ഒഴിച്ച് ഇത് തീർക്കുക. ഇല്ലെങ്കിൽ കൂടുതൽ ദിവസം വെക്കരുത്. പിന്നെ ഒരു ബാഡ് സ്മെല്ലും പിന്നെ പുഴുക്കളൊക്കെ ഉണ്ടാകും. പിന്നെ പച്ചമുളക് തൈയൊക്കെ കണ്ടോ, ഇതുപോലത്തെ ചെറിയ തൈകൾക്കൊക്കെ ഈ സ്ലറി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഉഷാറായിട്ട് വളർന്നു വരും. ഇത് പെട്ടെന്ന് വളർന്ന് പൂവും കായും ഒക്കെ പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിന്റെ വളർച്ച ഞാൻ അവസാനം ഈ വീഡിയോന്റെ അവസാനം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കണേ. ഇതാ കണ്ടില്ലേ, ഈ സ്ലറിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഇത്. ധാരാളം തക്കാളിയും അതിൽ പൂക്കളും പിന്നെ വെണ്ടയ്ക്ക എല്ലാം പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ സ്ലറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
ശരിക്കും പറഞ്ഞാൽ നല്ല റിസൾട്ടാണ് ഇത്. വേഗം വളർന്നു വന്ന് വേഗം പൂവൊക്കെ പിടിക്കും. അപ്പോൾ ഇതിന്റെ റിസൾട്ട് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര ദിവസം വെയിറ്റ് ചെയ്തിട്ട് ഈ വീഡിയോ ഇടുന്നത്. ഇല്ലെങ്കിൽ ഈ സ്ലറി ഉണ്ടാക്കി ഒഴിക്കുന്നതൊക്കെ ഞാൻ നേരത്തെ എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു. അപ്പൊ ഇതിന്റെ റിസൾട്ടും കൂടി കാണിക്കണമല്ലോ. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ എന്ന് തോന്നിയെങ്കിൽ എല്ലാവർക്കും ഷെയറും കൂടി ചെയ്തു കൊടുക്കണം. ഇനി പച്ചമുളകിന്റെ തൈ എത്ര വലുതായി എന്ന് കാണിച്ചു തരാം. ദാ കണ്ടില്ലേ എത്ര വേഗം വളർന്ന് വലുതായത്. അപ്പോൾ ശരിക്കും ഇത് നല്ലൊരു റിസൾട്ടാണ്. ഈ സ്ലറി ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി കാണാവേ. ബൈ.